Good morning. Good morning, students. നമ്മൾ കഴിഞ്ഞ ദിവസം സൊല്യൂഷന്റെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ആ ടോപ്പിക്കിന്റെ പേര് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്നാണ് പേര്. എന്താണ് പേര്? ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. നമുക്ക് വളരെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ gaseous solution, liquid solution, solid solution. ഇതൊക്കെയാണ്. അപ്പൊ സൊല്യൂഷൻസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്: gaseous solution, liquid solution ആൻഡ് solid solution. ഈ ഓരോ സൊല്യൂഷനകത്തും നമുക്കറിയാം 2 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാ? സോൾവെന്റും സൊല്യൂട്ടും. ഇപ്പൊ ഞാൻ പറയുന്നു ഗേഷ്യസ് സൊല്യൂഷനകത്തുള്ള സോൾവെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. 3 ഉണ്ട്. ഏതൊക്കെ? ഗ്യാസ്, ഗ്യാസ്, ഗ്യാസ്. അവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്യാസ് വരാം, ലിക്വിഡ് വരാം, സോളിഡ് വരാം. ഓക്കെ. അപ്പൊ ഗേഷ്യസ് സൊല്യൂഷനകത്തുള്ള സോൾവെന്റ് ഏതാ? കൂടുതലുള്ള കമ്പോണന്റ് ഏതായിരിക്കും? ഗ്യാസ് ആയിരിക്കും. സൊല്യൂട്ട് ഏതൊക്കെ ആയിരിക്കും? ഗ്യാസ് വരാം, ലിക്വിഡ് വരാം, സോളിഡ് വരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തത് ലിക്വിഡ് സൊല്യൂഷനാണ്. ലിക്വിഡ് സൊല്യൂഷനകത്തുള്ള സോൾവെന്റ് ഏതായിരിക്കും? ലാർജ് ക്വാണ്ടിറ്റീസ് ഏതാ? ലിക്വിഡ്, ലിക്വിഡ്, ലിക്വിഡ്. സൊല്യൂട്ട് ഏതായിരിക്കും? ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. ഓക്കെ. ഇനി സോളിഡ് സൊല്യൂഷൻ, അവിടുത്തെ സോൾവെന്റ് ഏതായിരിക്കും? ലാർജ് ക്വാണ്ടിറ്റി ഏതാ? സോളിഡ്, സോളിഡ്, സോളിഡ്. സൊല്യൂട്ട് ഏതാ? ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. അങ്ങനെ 9 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ് പ്രധാനമായിട്ട്. അപ്പൊ പ്രധാനമായിട്ടും 3 സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ 9 ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇതിനകത്ത് ചോദിക്കുന്നത് ഇതിന്റെ എക്സാമ്പിളുകൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. ഫസ്റ്റ് വൺ ഗേഷ്യസ് സൊല്യൂഷൻ നോക്കാം. സൊല്യൂട്ട്, സോൾവെന്റ്. ഗേഷ്യസ് സൊല്യൂഷനകത്ത് നമുക്ക് നോക്കാം ഗ്യാസ്, ഗ്യാസ്, ഗ്യാസും ഗ്യാസും. എക്സാമ്പിൾ ഏതാ? നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം, ഇത് നൈട്രജൻ ആൻഡ് ഓക്സിജൻ, ഇതിൽ ഏറ്റവും കൂടുതലുള്ള കമ്പോണന്റ് ഏതായിരിക്കും? കൂടുതലുള്ള കമ്പോണന്റ് ഓക്സിജൻ ആയിരിക്കും. കുറവുള്ള കമ്പോണന്റ് ഏതാ? നൈട്രജൻ ആയിരിക്കും. ഓക്കെ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ? ഗ്യാസ്, ഗ്യാസ് സൊല്യൂഷൻ. എക്സാമ്പിൾ ഏതാ? N2 ആൻഡ് O2. ശ്രദ്ധിക്കുക, അവിടെ ഓക്സിജൻ ആയിരിക്കും കൂടുതലുള്ള കമ്പോണന്റ്. അതാണ് സോൾവെന്റ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ. രണ്ടാമത്തെ നോക്കുക ലിക്വിഡ് ഗ്യാസ്. ലിക്വിഡ് ഗ്യാസിന് ഉദാഹരണമാണ് CHCl3 ആൻഡ് N2. CHCl3 മീൻസ് ക്ലോറോഫോം ആൻഡ് നൈട്രജൻ ഗ്യാസ്. ഇനി സോളിഡ് ഗ്യാസിന് ഉദാഹരണമാണ് ക്യാമ്പർ ഇൻ N2 ഗ്യാസ്. ക്യാമ്പർ ഇൻ N2 ഗ്യാസ്. അപ്പൊ 3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഗ്യാസ്, ഗ്യാസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഗ്യാസ്, ഗ്യാസ് സൊല്യൂഷൻ ഉദാഹരണം ഏതാ? N2 ആൻഡ് O2. ക്ലിയർ ആയല്ലോ. ഇനി ബാക്കി 2 നോക്കി വെക്കാം. ഉദാഹരണം ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ലിക്വിഡ് ഗ്യാസ് ഏതാ? CHCl3 ആൻഡ് N2. അടുത്ത ഏതാ? സോളിഡ് ഗ്യാസ് ഏതാ? ക്യാമ്പറിൻ N2 ഗ്യാസ്. ഫസ്റ്റ് ടൈപ്പിലുള്ള സൊല്യൂഷൻ പിടിയിട്ടല്ലോ, ഗേഷ്യസ് സൊല്യൂഷൻ. ഇനി നമുക്ക് രണ്ടാമത്തതാണ് ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷനകത്ത് നമുക്കറിയാം ആദ്യത്തെ ഗ്യാസ്, ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡിന് ഉദാഹരണമാണ് O2 ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. O2 ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആണ് ഗ്യാസ് ലിക്വിഡിന് ഉദാഹരണം. അപ്പൊ അവിടെ ലാർജ് ക്വാണ്ടിറ്റി ഏത്, സ്മാളർ ക്വാണ്ടിറ്റി ഏത് നോക്കണം. സോൾവെന്റ് ഏത്, സൊല്യൂട്ട്. അപ്പൊ അവിടെ സോൾവെന്റും സൊല്യൂട്ടും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അടുത്ത ലിക്വിഡ്, ലിക്വിഡ്. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. നേരത്തെ ഞാൻ ഗ്യാസ്, ഗ്യാസ് പറഞ്ഞു, അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ ലിക്വിഡ്, ലിക്വിഡ് ഉദാഹരണമാണ് എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എത്തനോൾ, ആൽക്കഹോൾ, ചാരായം എന്തിൽ ഡിസോൾവ് ചെയ്യുന്നു? വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്ന വാട്ടർ ആയിരിക്കും, സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്തനോൾ ആയിരിക്കും. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഗ്യാസ്, ഗ്യാസ് ഓർത്ത് വയ്ക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ലിക്വിഡ്, ലിക്വിഡ്. നോക്കുക അടുത്തത് സോളിഡ് ലിക്വിഡ്. ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അത് എന്തിന് എക്സാമ്പിൾ ആണ്? സോളിഡ് ലിക്വിഡ് ഗ്യാസിന് ഉദാഹരണമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ലിക്വിഡ് സൊല്യൂഷൻ 3 ഏതാ? ഗ്യാസ്, ലിക്വിഡ് ഏതാ? O2 ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അടുത്ത ലിക്വിഡ്, ലിക്വിഡ്. അത് എക്സാമ്പിൾ ചോദിക്കുന്നതാണ് എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അടുത്ത ഏതാ? സോളിഡ് ലിക്വിഡ് ഏതാ? ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, 2 പറഞ്ഞു. ഇനി മൂന്നാമത്തത് സോളിഡ് സൊല്യൂഷൻ. സോളിഡ് സൊല്യൂഷനകത്ത് ലാർജ് കമ്പോണന്റ് ഏതായിരിക്കും? സോളിഡ് ആയിരിക്കും.
ബാക്കി ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. അതൊക്കെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള. ഗ്യാസ്, സോളിഡ് ഉദാഹരണം ഏതാ? സൊല്യൂഷൻ ഓഫ് H2 in PD. PD മീൻസ് പലേഡിയം. സൊല്യൂഷൻ ഓഫ് H2 in PD. അടുത്ത ഏതാ? ലിക്വിഡ്, സോളിഡ് അമാൽഗം ഓഫ് H2 with സോഡിയം. അമാൽഗം ഓഫ് H2 with സോഡിയം. ലാസ്റ്റ് വൺ, ഇത് എക്സാമിൽ ചോദിക്കുന്നതാണ്. ഏതാ? സോളിഡ് ഏതാ? കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്. കോപ്പർ എന്തിൽ ഡിസോൾവ് ചെയ്യുന്നു? ഗോൾഡിൽ ഡിസോൾവ്. അതെന്തിന് ഉദാഹരണമാണ്? സോളിഡ് ഗ്യാസിന് ഉദാഹരണമാണ്. അപ്പൊ ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ? മെയിൻ ആയിട്ടുള്ള ഏതാ? ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ. മറക്കരുത്, ഏതാണ്? ഗേഷ്യസ്, ലിക്വിഡ് ആൻഡ് സോളിഡ് സൊല്യൂഷൻ. ഗേഷ്യസ് സൊല്യൂഷനകത്തുള്ള സോൾവെന്റ് ഏതായിരിക്കും? കൂടുതലുള്ള കമ്പോണന്റ് ഗ്യാസ് ആയിരിക്കും. അവിടുത്തെ സൊല്യൂട്ട് ഏതൊക്കെ വരാം? ഗ്യാസ് വരാം, ലിക്വിഡ് വരാം, സോളിഡ് വരാം. സംശയം വരരുത്. ഓക്കെ. അടുത്ത ലിക്വിഡ് സൊല്യൂഷൻ ആണ്. കൂടുതലുള്ള കമ്പോണന്റ് ഏതാ? ലിക്വിഡ്. ഏതാ സൊല്യൂട്ട്? ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. ഓക്കെ. അടുത്ത സോളിഡ് സൊല്യൂഷനിലുള്ള കൂടുതലുള്ള കമ്പോണന്റ് ഏതാ? സോളിഡ്. അപ്പൊ സോളിഡ്. സൊല്യൂട്ട് ഏതാ? ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. എക്സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ 3 എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഗ്യാസ് സൊല്യൂഷൻ ഉദാഹരണം പഠിച്ചു വയ്ക്കുക. N2 and O2. ലിക്വിഡ് എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എക്സാമിന് ചോദിക്കും. സോളിഡ് കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്. ഇത്രയും കാര്യങ്ങള് എക്സാമ്പിൾ. ബാക്കിയുള്ള എക്സാമ്പിൾസും നിങ്ങൾ നോക്കി വെക്കണം. ഞാൻ പറഞ്ഞ ഇത് 3 വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള. അപ്പൊ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ സംശയമില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ട് ടേബിൾ നോക്കി വെച്ചോളണം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എൻട്രൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. ബോർഡ് എക്സാമിനും ചോദിക്കും. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ടോപ്പിക്കിന്റെ പേര് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്നാണ്. ആ ടോപ്പിക്കിന്റെ പേര് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. സൊല്യൂഷന്റെ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെടുത്തി 7 ടേമുകളാണ് നമുക്ക് പഠിക്കുന്നത്. എത്ര ടേംസ് ആണ് പഠിക്കേണ്ട? 7 ടേംസ്. ഓർത്ത് വെക്കുക. ഒന്നാമത്തെ ടേമിന് പറയുന്ന പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മാസ് പെർസെന്റേജ്. എന്താണ് മാസ് പെർസെന്റേജ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് 1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് മാസ് പെർസെന്റേജ് എന്ന് ചോദിച്ചാൽ അതിനൊരു സമവാക്യമുണ്ട്. മാസ് പെർസെന്റേജ് സമം മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. എന്താണ് മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഇങ്ങോട്ട് എഴുതാം. മാസ് പെർസെന്റേജ് equal to mass of solute. Mass of ഏതാ? solute into 100 divided by total mass of solution. ശ്രദ്ധിക്കുക, മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട്. അതുകൊണ്ടാണ് മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? നോക്കടേ, WB. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ മാസ് ഓഫ് സൊല്യൂട്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ഏത് ലെറ്റർ? WB അല്ലേ? അപ്പൊ WB ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേരണം? സോൾവെന്റ്, ടോട്ടൽ മാസ് ഏതൊക്കെയാണ്? സോൾവെന്റ് WA പ്ലസ് ഏതാ? WB. സംശയമുണ്ടോ? അപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്താ സമവാക്യം? മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ WB ഇൻറ്റു എത്ര? 100 പെർസെന്റേജ് ആയതുകൊണ്ടാണ്. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേരണം? സോൾവെന്റ് പ്ലസ് ഏതാ? സൊല്യൂട്ട്. അപ്പൊ അതുകൊണ്ടാണ് WA പ്ലസ് WB. സംശയമില്ലല്ലോ. ഇനി മാസ് പെർസെന്റേജ് ഓഫ് വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ്
പെർസെന്റേജ് ഓഫ് വേണമെങ്കിൽ സോൾവെന്റും കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരാം? മാസ് പെർസെന്റേജ് ഓഫ് സോൾവെന്റ് ആകുമ്പോൾ മാസ് ഓഫ് സോൾവെന്റ്സ് into hundreds divided by total mass of solution. അവിടെ കറക്റ്റ് തന്നെ. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും? മാസ് ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? WA ഓക്കെ ഇൻറ്റു എത്ര? ഹൺഡ്രഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഏതാ? WA പ്ലസ് WB ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. സംശയം ഉണ്ടോ? അപ്പൊ ഒന്നാമത്തെ കോൺസെൻട്രേഷൻ ടേം ആണ് മാസ് പെർസെന്റേജ്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. സൊല്യൂട്ടും കണ്ടുപിടിക്കാം, സോൾവെന്റും കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട്സ് ഇൻറ്റു ഹൺഡ്രഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ആണ് എന്തെന്ന് പറയുന്നത്? WB. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് WA, WB, MA, MB ഇതിന്റെയൊക്കെ പേരുകൾ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് വരുന്ന ക്ലാസ്സിലെല്ലാം ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ അപ്പൊ പറഞ്ഞത്. ഓക്കെ, മാസ് ഓഫ് സൊല്യൂട്ട് WB ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേരണം? സോൾവെന്റും സൊല്യൂട്ടും കൂടെ ചേരുമ്പോഴല്ലേ സൊല്യൂഷൻ ആവുള്ളൂ. അപ്പം WA പ്ലസ് WB. ക്ലിയർ? മാസ് ഓഫ് സോൾവെന്റ് ആണെങ്കിൽ സൊല്യൂട്ടിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? മാസ് ഓഫ് സോൾവെന്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു WA ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ WA പ്ലസ് WB. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടേം ആണ്. ആ ടേമിന്റെ പേര് ശ്രദ്ധിക്കുക, വോളിയം പെർസെന്റേജ്. ഇത് നമുക്കറിയാമെങ്കിൽ അത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ ടേം വോളിയം പെർസെന്റേജ്. ഈ മാസ് പെർസെന്റേജിന് നമുക്ക് ഒരു W ഡിവൈഡഡ് ബൈ W എന്ന് നമുക്ക് കൊടുക്കാം. ഓർത്ത് വെച്ചോളെ, മാസ് പെർസെന്റേജിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? W ഡിവൈഡഡ് ബൈ W. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ വോളിയം പെർസെന്റേജ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന V ബൈ V. എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? V ബൈ V. മാസ് പെർസെന്റേജ് ആണെങ്കിൽ W ബൈ W. ഓക്കെ, അപ്പൊ വോളിയം പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? എങ്ങനെ എഴുതാം? വോളിയം ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഹൺഡ്രഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. ഓക്കെ, സംശയമില്ലല്ലോ? അപ്പൊ എങ്ങനെയാണ് വോളിയം പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്? വോളിയം പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് വോളിയം ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ 7 ടേമുകളാണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. 2 ടേമുകൾ ഞാൻ പറഞ്ഞു. ഏതാ? ഫസ്റ്റ് ടേമിന്റെ പേര് മാസ് പെർസെന്റേജ്, സെക്കൻഡ് ടേം ഏതാ? വോളിയം പെർസെന്റേജ്. അപ്പൊ മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട്. മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ടും കണ്ടുപിടിക്കാം, സോൾവെന്റും കണ്ടുപിടിക്കാം. അപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആകുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. അത് സൊല്യൂട്ടിന്റെ കേസ്. ഇനി സോൾവെന്റിന്റെ കേസ് ആണെങ്കിൽ ഈ സൊല്യൂട്ടിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി? സോൾ. അപ്പൊ മാസ് ഓഫ് സോൾവെന്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ അതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വിലയാണ് മാസ് ഓഫ് സൊല്യൂട്ട് ആകുമ്പോൾ WB. അപ്പൊ WB ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേരണം? സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട്. അതുകൊണ്ടാണ് WA പ്ലസ് WB എന്ന് എഴുതിയത്. അത് മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട്. ഇനി മാസ് പെർസെന്റേജ് ഓഫ് സോൾവെന്റ് ആണെങ്കിൽ മാസ് ഓഫ് സോൾവെന്റ്സ്, സൊല്യൂട്ടിന്റെ പ്ലേസിൽ സോൾവെന്റ്, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ സോൾവെന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? WA ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. അതുകൊണ്ടാണ് WA പ്ലസ് WB. അപ്പൊ ഫസ്റ്റ് ടേം മാസ് പെർസെന്റേജ് ഈസ് ഡിനോട്ടഡ് ബൈ W ഡിവൈഡഡ് ബൈ W. സെക്കൻഡ് വൺ വോളിയം പെർസെന്റേജ് ആണ്. എങ്ങനെ എഴുതാം? V ഡിവൈഡഡ് ബൈ V. എന്താണ് V ഡിവൈഡഡ് ബൈ V? അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? വോളിയം പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആകുമ്പോൾ വോളിയം ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. അത് സൊല്യൂട്ട്. ഇനി സോൾവെന്റ് ആണെങ്കിൽ വോളിയം
പെർസെന്റേജ് ഓഫ് സോൾവെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കണമെങ്കിൽ എങ്ങനെ എഴുതും നമ്മള്? വോളിയം ഓഫ് സോൾവെന്റ് into hundreds divided by total volume of solution. വളരെ സിമ്പിൾ ആണ് കാര്യം അറിയാമെങ്കിൽ. അപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആയപ്പോൾ മുകളിൽ മാസ് ഓഫ് സൊല്യൂട്ട്, മാസ് പെർസെന്റേജ് ഓഫ് സോൾവെന്റ് ആയപ്പോൾ മുകളിൽ മാസ് ഓഫ് സോൾവെന്റ്. ഇവിടെ വോളിയം പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആയപ്പോൾ മുകളിൽ വോളിയം ഓഫ് സൊല്യൂട്ട്. ഇവിടെ വോളിയം പെർസെന്റേജ് ഓഫ് സോൾവെന്റ് ആയപ്പോൾ മുകളിൽ എന്താ? വോളിയം ഓഫ്. എല്ലാത്തിലും എന്താ? ടോട്ടൽ മാസ്. ഇവിടെ ഏതാ? ടോട്ടൽ വോളിയം. പെർസെന്റേജ് ആകുമ്പോൾ ഇൻറ്റു 100. അപ്പൊ 7 ടേമുകളാണുള്ളത്. നമ്മൾ 2 ടേമുകളാണ് പറഞ്ഞിട്ടുള്ള. 5 ടേമുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായി വീട്ടിൽ പോയി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.